വെച്ചത് 1, 3, 4, 5 ഹീറ്റ്സ് മത്സരങ്ങളാണ് ശക്തമായ പോരാട്ടം നടന്നത്. ചിലത് വേഗതയിൽ അല്പം പിന്നിലായി പോയെങ്കിൽ പോലും ഒന്നിനൊന്ന് മെച്ചമായി, അതായത് ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയതാണ് 5ാം ഹീറ്റ്സിലടക്കം നടന്ന പോരാട്ടങ്ങൾ. അത് കാണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം വിതയ്ക്കുന്നതാണ്. ആ ഹീറ്റ്സിൽ ആരാവും ഒന്നാമതെത്തുക എന്നുള്ള കാര്യത്തിലുള്ള ഒരു വലിയ ഒരു കാഴ്ചയുടെ ഒരു ഭംഗി, ആ ഇഞ്ചോടിഞ്ച് തുഴഞ്ഞ് ഒരേപോലെ തുഴയെറിഞ്ഞ് വരുമ്പോഴുള്ള ഒരു ഭംഗി, അത് ജലോത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശം പകരുന്നതാണ്. നയനമനോഹരമായ കാഴ്ചയാണ്. അവർക്ക് പ്രിയപ്പെട്ട ചുണ്ടൻ ഒന്നാമതെത്തുമോ എന്ന ആ വലിയ അഭ്യുദയത്തോടുള്ള ആ കാഴ്ച, ഇതെല്ലാം ഓരോരുത്തർക്കും എടുത്തു പറയാവുന്ന ഒരു ഹൃദ്യമായ അനുഭവം തന്നെയാവും. ഇപ്പോൾ തെക്കനോടി കെട്ടുവള്ളത്തിൻ്റെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് പകുതി ഭാഗം പിന്നിടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെക്കനോടി കെട്ടുവള്ളത്തിൽ കമ്പനി 1ാം ഹീറ്റ്സിലൂടെ കമ്പനി ചൈതന്യ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. 2ാം ഹീറ്റ്സിൽ പടിഞ്ഞാറേപ്പറമ്പൻ ആണ് വരുന്നത്. പടിഞ്ഞാറേപ്പറമ്പനിൽ യങ് സ്റ്റാർ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് വനിതകളുടെ മത്സരമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ 3ാം ഹീറ്റ്സിൽ ചെല്ലിക്കാടൻ, അത് ജെനിന മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ് കാട്ടിൽ തെക്കതിലാണ്. നന്മ സാംസ്കാരിക വേദിയുടെ കാട്ടിൽ തെക്കതിൽ, ഇങ്ങനെ 4 തെക്കനോടി കെട്ടുവള്ളങ്ങളാണ് വരുന്നത്. അതിൻ്റെ മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രജിത്ത്, ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. ഇതിൽ ഓരോ വള്ളവും ഓരോ രൂപത്തിലാണ്. ആ ഓരോ രൂപങ്ങൾക്കും നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവുമായി, കേരളത്തിൻ്റെ സൈനിക ചരിത്രവുമായൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളുടെയൊക്കെ ചരിത്രം പേറുന്ന ആ വള്ളങ്ങളുടെ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെറുവള്ളങ്ങൾ, ഇപ്പോൾ നമ്മളെപ്പോഴും കരിനാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെങ്കിലും ഈ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾക്കും ആലപ്പുഴയിലും ഈ ജലമാമ്പകം നടക്കുന്ന മേഖലകളിലെല്ലാം വലിയ രീതിയിലുള്ള ഫാൻ ബേസും ആരാധകരും ഒക്കെ ഉണ്ട്. അവിടെ വനിതകളടക്കമാണ് ആ പോരാട്ടത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ തരത്തിലുമുള്ള, ഓരോ വിധത്തിലുമുള്ള വള്ളങ്ങൾ, അവയിൽ ഉപയോഗിക്കുന്ന തുഴകളിലുള്ള വ്യത്യാസം, അംഗങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം, ബോട്ട് ക്ലബ്ബുകളുടെ വ്യത്യാസം, അങ്ങനെ ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആവേശമായി, ഒരു മേഖലയുടെ മുഴുവൻ ആവേശമായി ഈ വള്ളംകളി മാറുകയാണ്. ആ വള്ളംകളിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ ലൈനപ്പ് ആയിരിക്കുന്നു. പുന്നമടക്കായലിൽ 72ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഫൈനലിൽ ആരാണ് ജലരാജാക്കന്മാരാകുക എന്നുള്ളതറിയാൻ ഇനിയും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴും മറ്റു മത്സരങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ 4 വള്ളങ്ങൾ, അവസാന 4 ചുണ്ടൻ വള്ളങ്ങളുടെ പേരുകൾ ഒരിക്കൽ കൂടി നമുക്ക് പറയാം. മേൽപ്പാടവും നടുഭാഗവും വീയപുരവും അരോമയുമാണ് ഫൈനലിലെത്തിയിരിക്കുന്നത്. ആദ്യ ഹീറ്റ്സിൽ ഒന്നാമതെത്തിയ വീയപുരം 4 മിനിറ്റും 20 മിനിറ്റും 4 മിനിറ്റും 20 സെക്കൻഡും എടുത്തിരിക്കുന്നു. 2ാം ഹീറ്റ്സിൽ ചമ്പക്കുളം ചുണ്ടൻ ഒന്നാമതെത്തിയിരിക്കുന്നു. 3ാം ഹീറ്റ്സിൽ മേൽപ്പാടം 4 മിനിറ്റും 17 സെക്കൻഡുമായിരുന്നു. അങ്ങനെ ഓരോ വള്ളങ്ങളുടെയും പോരാട്ടം, ആ 4 ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടത്തിൽ പുന്നമടയുടെ ജലരാജാവാരാണെന്നറിയാനുള്ള പോരാട്ടം അത് ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആരംഭിക്കും. ഇപ്പോൾ അരുൺ കൊടുങ്ങൂരും ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അരുൺ, നമ്മൾ ഇത്രയും നേരം ഈ ഹീറ്റ്സിൻ്റെയും മറ്റ് വിശദാംശങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളുടെയും ഈ ചെറുവള്ളങ്ങളുടെയും ഒക്കെ ഒരു ചരിത്രവും അതെങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ സാംസ്കാരിക മേഖലയും ചരിത്രവുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി അവിടെ നിന്ന് VIP-കളൊക്കെ അവിടെ നിന്ന് മടങ്ങി എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. മറ്റു വിശദാംശങ്ങൾ കൂടി അരുൺ. ഒന്നാം തുടയിൽ കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിൽ ചെല്ലിക്കാടൻ, കഴിഞ്ഞ വർഷത്തെ ജേതാക്കളാണ് ചെല്ലിക്കാടൻ. 4ാം ട്രാക്കിൽ സുധീഷ, ഇപ്പോഴും അവിടെ ഈ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഓരോ വള്ളങ്ങൾക്കും ഓരോ തരം കഥയുണ്ട്, ഓരോ തരം പാരമ്പര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മിക്സഡ് പോരാട്ടമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം കഥകളിലേക്കും പാരമ്പര്യങ്ങളിലേക്കും ഒക്കെ നമുക്കൊന്ന് പോകേണ്ടതുണ്ട്, നമ്മുടെ പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. സുധീഷ്, പ്രജിത്ത്, ഇപ്പോൾ ഓരോ വള്ളങ്ങൾക്കും അതിൻ്റെതായ ചരിത്രമുണ്ട്. അതിൽ വെപ്പ് വള്ളം എടുക്കുമ്പോൾ അത് പണ്ട് അകമ്പടി സേവിച്ചിരുന്ന, അതായത് ചുണ്ടൻ വള്ളങ്ങളിലും മറ്റും യുദ്ധത്തിനും മറ്റും പോകുമ്പോൾ അതിനെ അകമ്പടി സേവിച്ചിരുന്ന വള്ളമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന തെക്കനോടി കെട്ടുവള്ളത്തിൻ്റെ ഫൈനൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 2 വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം വരുന്നു എന്നത് തന്നെയാണ്. പടിഞ്ഞാറേപ്പറമ്പനും ചെല്ലിക്കൻ കാട്ടിൽ തെക്കതിൽ, അതോടൊപ്പം തന്നെ കമ്പനി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. അതിൽ
68-ാം നമ്പറായിട്ടുള്ള പടിഞ്ഞാറേപ്പറമ്പൻ ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രണ്ടാമതായി എത്തിയത് കാട്ടിൽ തെക്കതിലാണ്. അങ്ങനെ ശക്തമായ ഒരു പോരാട്ടത്തിൽ പടിഞ്ഞാറേപ്പറമ്പൻ വിജയിച്ചിരിക്കുന്നു എന്നതാണ് തെക്കനോടി കെട്ടുവള്ളത്തിൽ കണ്ടത്. സ്ത്രീകളുടെ പോരാട്ടമാണ് നടന്നത്. ഏതാനും അതിൻ്റെ പങ്കായം എറിയുന്നതിനുള്ള പുരുഷന്മാരൊഴിച്ചാൽ, താളത്തിന് 1-2 പുരുഷന്മാരൊഴിച്ചാൽ തുഴ എറിയുന്നത് മുഴുവനും സ്ത്രീകളാണ്. ആ രീതിയിൽ സ്ത്രീകളുടെ മത്സരത്തിൽ പടിഞ്ഞാറേപ്പറമ്പൻ, അത് സുകന്യ എസ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള യങ് സ്റ്റാർ ബോട്ട് ക്ലബിൻ്റെ പടിഞ്ഞാറേപ്പറമ്പൻ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന തെക്കൻ ഓടിവള്ളത്തിനും അതും ചരിത്ര പ്രാധാന്യമുള്ള, ഇല്ലെങ്കിൽ രാജഭരണ കാലം മുതലേ ഉള്ള പ്രാധാന്യമുള്ള വള്ളമാണ്. അന്ന് അത്തരത്തിൽ ഓരോ വള്ളങ്ങൾക്കും ഓരോ ചരിത്രങ്ങളുണ്ട് എന്നത് തന്നെയാണ് പറയേണ്ടത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വെപ്പുവള്ളം ഈ ചുണ്ടൻ വള്ളങ്ങളിലും മറ്റും പോകുമ്പോൾ, പടയാളികൾ പോകുമ്പോൾ അവർക്ക് ആഹാരം പാകം ചെയ്യുന്നതിനടക്കമുള്ള, ഇല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ അടക്കം അതിൽ വെക്കുന്നതിനുള്ള, സൂക്ഷിക്കുന്നതിനുള്ള, അതിൻ്റെ പേരിലാണ് വെപ്പ് ചുണ്ടൻ എന്ന പേര് വന്നിട്ടുള്ളത്. ചുണ്ടൻ വള്ളത്തിൻ്റെ പിറവി തന്നെ നമുക്കറിയാം. ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും തമ്മിലുള്ള യുദ്ധകാലത്ത് ഒരു പടക്കപ്പൽ എന്ന നിലയ്ക്കായിരുന്നു ചുണ്ടൻ വള്ളത്തിൻ്റെ പിറവി. അത് 1600-ലാണ്. അത് ദേവനാരായൺ ആചാരി എന്ന വ്യക്തിയാണ് അത് ആദ്യമായി പണി കഴിപ്പിച്ചത്. അത് ചെമ്പകശ്ശേരി രാജാവ് ഇത്തരത്തിൽ വിശ്വകർമ്മരോട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഇതിനുള്ള പടക്കപ്പൽ എന്ന നിലയിൽ ഉള്ള വള്ളം തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നു, അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ദേവനാരായൺ ആചാരി നിശ്ചയിച്ച ആ ഡിസൈനാണ് ചെമ്പകശ്ശേരി രാജാവിനും മറ്റേ ഒപ്പമുള്ളവർക്കും ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വള്ളമാണ് ചുണ്ടൻ വള്ളമായി പരിണമിച്ചത്. അന്ന് അതിൽ വെടിക്കോപ്പുകളടക്കം പീരങ്കി അടക്കം സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇടിപ്പലകയായി മാറിയിരിക്കുന്നത്. അതിങ്ങനെ ഈ പീരങ്കി വെച്ചിരിക്കുന്ന സ്ഥലം ഇടിപ്പലകയായി മാറിയിരിക്കുന്നു. പണ്ട് അതിൽ പീരങ്കി പ്രവർത്തിക്കുമ്പോൾ ആ ചുണ്ട മുന്നിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം കായംകുളം രാജാവും ഈ ദേവനാരായൺ ആചാര്യയെ തന്നെ ഇത്തരത്തിലൊരു വള്ളം പണിയാനായി നിയോഗിക്കുന്നു. അത് തട്ടിക്കൊണ്ടുപോയാണ്, ഇല്ലെങ്കിൽ അത്തരത്തിൽ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയാണ് വള്ളം നിർമ്മിക്കാൻ നിയോഗിച്ചത്. എന്നാൽ അത് പണിഞ്ഞിറക്കിയപ്പോൾ അതിൽ ഈ പീരങ്കി പ്രവർത്തിക്കുമ്പോൾ വള്ളം പിന്നിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവുമായുള്ള മത്സരത്തിൽ ചെമ്പകശ്ശേരി രാജാവ് തന്നെ വിജയിക്കുകയും ദേവനാരായൺ ആചാരി, അന്ന് നാരായൺ ആചാരിയായിരുന്ന ദേവനാരായൺ ആചാരിയെ ആ ഒരു രാജ്യഭക്തിയുടെ അടിസ്ഥാനത്തിൽ, ആ ദേശസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവനാരായണൻ എന്ന പട്ടം കൊടുത്ത് ആദരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം ഒരുപാട് സംഭാവനകളും ഒക്കെ നൽകിയാണ് അദ്ദേഹത്തെ സന്തുഷ്ടനാക്കിയത് എന്നതാണ് ചരിത്രം. അത് 1600-ലായിരുന്നു. അതിനുശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ പിറവി കൊള്ളുന്നതും. കൊടുപ്പുന്ന എന്ന ഗ്രാമത്തിൽ, കുട്ടനാടൻ ഗ്രാമത്തിലായിരുന്നു ദേവനാരായണൻ ആചാര്യയുടെ വീട്. അദ്ദേഹത്തിൻ്റെ പിന്നീട് നിരവധി വള്ളങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ പിറവി കൊണ്ടു എന്നുള്ളതും ചരിത്രമാണ്. കൊടിപ്പുന്ന ചുണ്ടൻ വളരെ പ്രശസ്തമായിരുന്നു. ആ കൊടിപ്പുന്ന ചുണ്ടൻ പിന്നീട് അവിടുത്തെ സ്കൂളിൽ കെട്ടിടം പണിയുന്നതിന് വേണ്ടി വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ രീതിയിൽ ചരിത്രങ്ങൾ ഏറെ പറയാവുന്നതാണ്. ഓരോ വള്ളങ്ങളുടെയും കഥകൾ പിറവി എന്നത് ആണ് നമുക്കിപ്പോൾ എടുത്തു പറയാവുന്നത്. ഇപ്പോൾ മറ്റ് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നടക്കുന്നത് തെക്കനോടി തറ വള്ളങ്ങളുടെ പ്രകടനം കഴിഞ്ഞതിന് ശേഷം അതിൽ ഒരു വള്ളം മാത്രം, സാരഥി എന്ന വള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. പ്രജിത്ത്, ഓക്കെ, അങ്ങനെ കേരളത്തിൻ്റെ സമൃദ്ധമായിട്ടുള്ള വള്ളംകളി മത്സരങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ ചില വശങ്ങളാണ്, പ്രത്യേകിച്ച് എങ്ങനെയാണ് ചുണ്ടൻ വള്ളങ്ങൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടതെന്നുള്ളതും അതിന് പിന്നിൽ ഉണ്ടായിരുന്ന സൈനികമായിട്ടുള്ള ചില ചരിത്രങ്ങളുമാണ് പ്രേക്ഷകരെ ഇപ്പോൾ സുധീഷ് ഗോപാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ആറന്മുള വള്ളംകളിയും നെഹ്റു ട്രോഫി വള്ളംകളിയും ചമ്പക്കുളം വള്ളംകളിയും കരുവാറ്റ ജലോത്സവം മുതൽ പ്രസിഡൻസ് ട്രോഫിയും കുമരകം ശ്രീനാരായണ ഗുരുജയന്തി വള്ളംകളിയും താഴത്തങ്ങാടി വള്ളംകളിയും വരെ നീളുന്ന കേരളത്തിൻ്റെ സമൃദ്ധമായിട്ടുള്ള ഈ ജലമാമാങ്ക പോരാട്ടത്തിൻ്റെ ചരിത്രം അത് വളരെ വലുതാണ്, വളരെ പഴക്കമേറിയതാണ്. അതിന് പിന്നിൽ സനാതന ധർമ്മവുമായി ചേർത്ത് നിർത്തി വായിക്കാവുന്ന ഒരുപാട് കഥകളും ഒരുപാട് അംശങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത്. പ്രത്യേകിച്ച് ചുണ്ടൻ വള്ളങ്ങളുടെ ഓരോ
ഇനത്തിനും ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണ രീതികൾക്ക് മാത്രമല്ല, ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന്റെ ഇപ്പോൾ എടുത്തു പറയുമ്പോൾ ഈ 90 മുതൽ 140 വരെ തുഴക്കാർ ഈ ചുണ്ടൻ വള്ളങ്ങളിൽ ഉണ്ടെങ്കിൽ അതിൽ 64 തുഴക്കാരും 64 കലകളെ പ്രതിനിധീകരിക്കുന്നു എന്നടക്കമുള്ള ചരിത്രമുണ്ട്. വള്ളത്തിന്റെ നടുവിൽ 8 പേർക്ക് നിൽക്കുവാനുള്ള സ്ഥലം വെക്കുന്നത് അത് 8 ദിക്കുകളുടെയും രക്ഷകരായ അഷ്ടദിക് പാലകരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നടക്കമുള്ള വിശ്വാസങ്ങളും അങ്ങനെയുള്ള വിലയിരുത്തലുകളും കാഴ്ചപ്പാടുകളും ഒക്കെയുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ, പ്രത്യേകിച്ച് ചുരുളൻ വള്ളങ്ങളുടെയും ഇരുട്ടുകുത്തി വള്ളങ്ങളുടെയും ഓടിവള്ളങ്ങളുടെയും ഒക്കെയുള്ള പോരാട്ടം തുടരുകയാണ്. അരുൺ, ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ്? ഏത് ഇനത്തിലാണ് ഇപ്പോഴത്തെ ഈ മത്സരങ്ങൾ നടക്കുന്നത്? അരുൺ, ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പോരാട്ടം തന്നെയാണ്. ചുണ്ടൻ വള്ളങ്ങൾക്ക് സമാനമായ രീതിയിലേക്കുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ആവേശത്തോടെയാണ് ഈ നാടൊന്നാകെ ഈ ഒരു വള്ളംകളിയെ സ്നേഹിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും വലിയൊരു ആവേശമാണ്. ഒരു നാടിന് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വലിയ വികാരമാണ് ആ ഒരു വള്ളംകളി എന്നത്. കാരണം ആ അഭിമാനത്തോടെയുള്ള ആ ഒരു പോരാട്ടം തന്നെയാണ് ഉള്ളത്. എന്തായാലും തെക്കനോടി കെട്ടുവള്ളത്തിൽ നമുക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ക്യാമറാമാനാണ് ഹരികൃഷ്ണൻ ഹരിപ്പാട്, അത് കോട്ടയം ക്യാമറാമാനാണ്. അദ്ദേഹം ലീഡിംഗ് ക്യാപ്റ്റനായ പടിഞ്ഞാറേ പറമ്പൻ വള്ളത്തിലാണ് 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു ടെൻഷനിലൊക്കെയായിരുന്നു അദ്ദേഹം ഇന്നലെയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുട്ടനാട്ടുകാർക്ക് ഈ വള്ളംകളി സീസൺ ആരംഭിക്കാൻ അതൊരു വലിയ ആവേശമാണ്, വലിയൊരു പ്രതീക്ഷയാണ്, അതോടൊപ്പം തന്നെ വലിയൊരു ആശങ്കയാണ്. എങ്ങനെയും തങ്ങളുടെ ആ മണ്ണിലേക്ക്, തങ്ങളുടെ ആ ക്ലബിലേക്ക്, തങ്ങളുടെ ആ ഇടത്തേക്ക് ആ ട്രോഫി എത്തിക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിനായുള്ള പോരാട്ടമാണ്, മാസങ്ങൾ നീണ്ട പോരാട്ടമാണ്, മാസങ്ങൾ നീണ്ട പരിശ്രമമാണ്. ആ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇന്ന് ഈ കാണുന്ന പുന്നമടയിൽ ഇരു കരകളിലും ആർത്തുല്ലസിച്ച് നിൽക്കുന്ന, ആർപ്പ് വിളിച്ച് നിൽക്കുന്ന ആ ആളുകൾക്ക് നടുവിലേക്ക് പുന്നമടയിലെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ടുള്ള ആ കരുത്തുറ്റ പോരാട്ടം, ആ മഹാപോരാട്ടം, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിനായി ഇവരോരോരുത്തരും എത്തുന്നത്. അത് ചെറുവള്ളങ്ങളാകട്ടെ ചുണ്ടൻ വള്ളങ്ങളാകട്ടെ എല്ലാവർക്കും അത് ഒരേ പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടം തന്നെയാണ് അത്. വള്ളങ്ങളുടെ വലിപ്പ ചെറുപ്പത്തിലല്ല ഈ മത്സരത്തിൽ പങ്കെടുക്കുക, ആ കാണികൾക്ക് മുന്നിലേക്ക്, തങ്ങളുടെ കരയ്ക്ക് മുന്നിലേക്ക്, തങ്ങളുടെ ക്ലബിന് മുന്നിലേക്ക്, തങ്ങളെ സ്നേഹിക്കുന്നവരുടെ മുന്നിലേക്ക് തങ്ങളുടെ ആ പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ള ആ വലിയ പോരാട്ടം, ആ പോരാട്ടം കാഴ്ചവെക്കുക എന്നതിനപ്പുറത്തേക്ക് അതൊരു ആത്മാഭിമാനം ഉണ്ടാക്കുക. നേരത്തെ പ്രജിത്ത് വിശദമായി തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പോരാട്ടം, അത് പഴക്കം ചെന്ന പോരാട്ടം, പഴമ നിലനിൽക്കുന്ന പോരാട്ടം, പ്രൗഢിയുള്ള പോരാട്ടം, അങ്ങനെ ആ പരമ്പരാഗതമായ ശേഷിപ്പുകൾ അതേപടി നിർത്തിക്കൊണ്ട് അണുവിട വ്യത്യാസമില്ലാതെ നടത്തുന്ന ആ ഒരു പോരാട്ടം തന്നെയാണ്.